വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഇന്നലെ രാത്രി വഖഫ് ഭേദഗതി ബില്ല് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. നിയമഭേദഗതിക്കെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. വിവരങ്ങൾ നൽകാനായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, വളരെയധികം നിർണായകമായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ലോക്സഭയിൽ ഉൾപ്പെടെ രാജ്യസഭയിലും നീണ്ട വോട്ടെടുപ്പിന് ശേഷം 14 മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കും വോട്ടെടുപ്പിനും ശേഷമാണ് ബില്ല് ഇപ്പോൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടുകൂടി പുറത്തെത്തിയിരിക്കുന്നത്. ഈ ഒരു ബില്ലിന് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ആഹ്ലാദിക്കുക മുനമ്പം ജനത തന്നെയാണ്. എന്തായാലും സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ വിജ്ഞാപനം ദ്രൗപദി മുർമുവിൻ്റെ ഒപ്പോടുകൂടി പുറത്തിറങ്ങിയിരിക്കുന്നത്. വിവരങ്ങൾ ജിഷ്ണു. അഞ്ജന, പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയിട്ടുള്ള വഖഫ് നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരിക്കുകയാണ്. രാജ്യത്ത് നിയമനിർമ്മാണത്തിന്റെ ചട്ടങ്ങൾ ആ രീതിയിലാണുള്ളത്. അതായത് ലോക്സഭയും രാജ്യസഭയും പാസാക്കി പാർലമെന്റ് പാസാക്കി കഴിഞ്ഞാൽ പിന്നീട് ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകണം, അല്ലെങ്കിൽ നിയമ ഭേദഗതി രാഷ്ട്രപതി അംഗീകരിക്കണം. അതിനുശേഷം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കണം. അതാണ് നിയമ ഭേദഗതികൾ കൊണ്ടുവരുന്നതിനും നിയമം കൊണ്ടുവരുന്നതിനുമുള്ള രാജ്യത്തെ ചട്ടങ്ങൾ. അതനുസരിച്ചുകൊണ്ട് വഖഫ് നിയമ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതിനുള്ള നടപടികളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ലോക്സഭയും രാജ്യസഭയും മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ വോട്ടെടുപ്പിലൂടെ ബില്ല് പാസാക്കിയത്. തുടർന്ന് ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. ഇന്നലെ രാത്രിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ബില്ലിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. അതിന് പിറകെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്തു. ഇനി മുതൽ വഖഫ് നിയമ ഭേദഗതി രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നതിനുള്ള നടപടി ആരംഭിക്കും. ബില്ലിന്റെ പ്രത്യേകതകൾ, ചരിത്രപരമായ വസ്തുതകൾ, എന്താണ് ആ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ച, മണിക്കൂറുകൾ നീണ്ട ചർച്ച പാർലമെന്റിലും ഒപ്പം രാജ്യത്തിന്റെ വിവിധ കോണുകളിലും നടന്നിരുന്നു. എന്നാൽ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ ഇപ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അതായത് കോൺഗ്രസും ആം ആദ്മിയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ. ഒപ്പം ഭേദഗതിയിൽ ഒപ്പുവെക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ മുസ്ലിം വ്യക്തി നിയമ ബോർഡും രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചിരിക്കുകയാണ്. വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരുന്നതും ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതും ഒപ്പം മുനമ്പം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കർണാടകയിലും ഒഡീഷയിലും അസാമിലും ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ബോർഡിന്റെ അനധികൃത കയ്യേറ്റത്തിനെതിരെ സമരം ചെയ്യുന്ന, സ്വന്തം ഭൂമി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ള വലിയൊരു കൂട്ടം ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന നടപടി കൂടിയാണ് ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി ആ ബില്ല് നിയമമായി മാറുന്നതോടെ ഉണ്ടാകുന്നത്. വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഇന്നലെ രാത്രി വഖഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതോടെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.